പ്ലസ് ടു തുല്യതാ സോഷ്യോളജിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സെക്കൻഡ് ഇയർ സോഷ്യോളജിയിൽ 2025 ജൂലൈ മാസത്തിൽ നടന്ന പബ്ലിക് എക്സാമിൻ്റെ ഒരു ചോദ്യപേപ്പറാണ്. അപ്പോൾ ഈ ചോദ്യപേപ്പർ 80 മാർക്കിനുള്ളതാണ്. 2.5 മണിക്കൂറാണ് എഴുതാനുള്ള സമയം. ഒരു 15 മിനിറ്റിൻ്റെ കൂൾ ഓഫ് ടൈം ഇതിലുണ്ട്. ആ സമയത്ത് ക്വസ്റ്റ്യൻസ് ശരിക്കും വായിച്ച് നോക്കി ഉത്തരങ്ങൾ മനസ്സിലാക്കി വെക്കുക. കൂൾ ഓഫ് ടൈം ശരിക്കും ഉപയോഗപ്പെടുത്തിയാൽ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെ ലഭിക്കുന്നതാണ്. 1 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 9 എണ്ണത്തിന് ഉത്തരമെഴുതുക. ഒരു സ്കോർ വീതം. ഒന്നാമത്തെ ചോദ്യം, സമൂഹശാസ്ത്ര സങ്കല്പം എന്ന ആശയം ഉപയോഗിച്ചത് ഡാഷാണ്. മാക്സ് വെബർ, കാൾ മാർക്സ്, സി റൈറ്റ് മിൽസ്, എം.എൻ. ശ്രീനിവാസ്. ഉത്തരം സി റൈറ്റ് മിൽസ്. രണ്ടാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന കുടുംബരൂപങ്ങളിൽ സ്ത്രീക്ക് അധികാരവും ആധിപത്യവുമുള്ള കുടുംബമാണ് മാതൃസ്ഥാനീയം, പിതൃസ്ഥാനീയം, മാതൃമേധാവിത്വം, പിതൃമേധാവിത്വം. ഇതിൽ അധികാരം എന്ന് പറഞ്ഞാൽ മേധാവിത്വമാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് സി ആണ് ഉത്തരം, മാതൃമേധാവിത്വം. മൂന്നാമത്തെ ചോദ്യം, സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? എ. ആഡം സ്മിത്ത്, ബി. മാൽത്തൂസ്, സി. കിങ്സ്ലി ഡേവിസ്, ഡി. പി. മുഖർജി. ഉത്തരം എ. ആഡം സ്മിത്ത്. ആഡം സ്മിത്താണ് സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ്. വിപണി എന്ന അധ്യായത്തിലാണത് വിവരിക്കുന്നത്. ഇന്ത്യ ഗവൺമെൻറ് നിയമിച്ച രണ്ടാമത്തെ പിന്നോക്കവർഗ കമ്മീഷനെ തിരഞ്ഞെടുക്കുക. എ. കാക്ക കലേൽക്കർ കമ്മീഷൻ, ബി. നെട്ടൂർ കമ്മീഷൻ, സി. മണ്ഡൽ കമ്മീഷൻ, ഡി. യശ്പാൽ കമ്മീഷൻ. ഉത്തരം മണ്ഡൽ കമ്മീഷൻ. ഒന്നാമത്തെ കാക്ക കലേൽക്കറാണ് ചോദിച്ചത്, രണ്ടാമത്തെ ആയതുകൊണ്ട് മണ്ഡൽ കമ്മീഷൻ ആണ് ഉത്തരം. അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളുകളാണ് ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കുന്നത്? എ. 29, 30, ബി. 31, 32, സി. 35, 36, ഡി. 37, 38. ഉത്തരം എ ആണ്, ആർട്ടിക്കിൾ 29ഉം 30ഉം. ആറാമത്തെ ചോദ്യം, ആധുനിക ഇന്ത്യയെ പടുത്തുയർത്തേണ്ടത് ഭീമാകാരങ്ങളായ ഡാമുകളുടെയും പവർ സ്റ്റേഷനുകളുടെയും മുകളിലാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആര്? എ. അംബേദ്കർ, ബി. മഹാത്മാഗാന്ധി, സി. ജവഹർലാൽ നെഹ്റു, ഡി. സർദാർ വല്ലഭായ് പട്ടേൽ. ഉത്തരം സി ആണ്, ജവഹർലാൽ നെഹ്റു. ഏഴാമത്തത്, പാശ്ചാത്യ ജീവിത രീതികൾ സ്വീകരിക്കുന്നതാണ് ഡാഷ്. എ. സംസ്കൃതവൽക്കരണം, ബി. പാശ്ചാത്യവൽക്കരണം, സി. വ്യവസായവൽക്കരണം, ഡി. മതേതരവൽക്കരണം. ഉത്തരം ബി ആണ്, പാശ്ചാത്യവൽക്കരണം. എട്ടാമത്തത്, പ്രബല ജാതിയുടെ സവിശേഷത അല്ലാത്തത് തിരിച്ചറിയുക. എ. സംഖ്യാബലം, ബി. സാമ്പത്തിക ശക്തി, സി. മതപരമായ ശക്തി, ഡി. രാഷ്ട്രീയ സ്വാധീനം. അല്ലാത്തതാണ് ചോദിച്ചത്, അപ്പോൾ മതപരമായ ശക്തിയാണ്, സി ആണ് ഉത്തരം. സംഖ്യാബലവും സാമ്പത്തിക ശക്തിയും രാഷ്ട്രീയ സ്വാധീനമൊക്കെ പ്രബല ജാതിയുടെ പ്രത്യേകതയാണ്. അല്ലാത്തത് സി. മതപരമായ ശക്തി. ഒൻപതാമത്തത്, ആഗോള സംസ്കാരം പ്രാദേശിക സംസ്കാരവുമായി ഇടകലരുന്ന പ്രക്രിയ ആണ് ഡാഷ്. എ. ആഗോളവൽക്കരണം, ബി. ഉദാരവൽക്കരണം, സി. ഗ്ലോക്കലൈസേഷൻ, ഡി. ആധുനികവൽക്കരണം. ഉത്തരം സി ആണ്, ഗ്ലോക്കലൈസേഷൻ. പത്താമത്തത്, പ്രിൻറ്റിംഗ് സാങ്കേതികവിദ്യ യൂറോപ്പിൽ ആദ്യമായി വികസിപ്പിച്ചെടുക്കുന്നത് ഡാഷ് ആണ്. എ. മാർക്കോണി, ബി. ഗ്രഹാം ബെൽ, സി. ജോഹൻ ഗുട്ടൻബർഗ്, ഡി. ഐസക് ന്യൂട്ടൻ. ഉത്തരം സി ആണ്, ജോഹൻ ഗുട്ടൻബർഗ്. അടുത്തത് 11 മുതൽ 15 വരെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമെഴുതുക. 2 സ്കോർ വീതം. ഇതിൽ ഓപ്ഷനില്ല.
11ാമത് ചോദ്യം, ജനസംഖ്യാശാസ്ത്രത്തെ നിർവചിക്കുക. ജനസംഖ്യാശാസ്ത്രം, അതിൻ്റെ നിർവചനം എഴുതാനാണ് ചോദ്യം. 2 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ ജനസംഖ്യയെ ശാസ്ത്രീയമായി പഠിക്കുന്ന വിഷയമാണ് ജനസംഖ്യാശാസ്ത്രം, ഡെമോഗ്രഫി. ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് ഈ പദത്തിൻ്റെ ഉത്ഭവം. ജനങ്ങൾ എന്നർത്ഥമുള്ള ഡിമോസ്, വിവരിക്കുക എന്നർത്ഥമുള്ള ഗ്രഫീൻ എന്നീ 2 വാക്കുകൾ ചേർന്നാണ് ഡെമോഗ്രഫി എന്ന പദം ഉണ്ടായിട്ടുള്ളത്. ഇത്രയും എഴുതിയാൽ മതി. ഇത് ടെക്സ്റ്റ് ബുക്കിൽ 25ാമത്തെ പേജിലാണ് വിവരിക്കുന്നത്. അടുത്ത 12, ഇന്ത്യയിൽ കൊളോണിയൽ കാലഘട്ടത്തിൽ പുതിയ വാണിജ്യ സമുദായങ്ങൾ വളർന്നു വന്നതിനുണ്ടായ സാഹചര്യം ചൂണ്ടിക്കാണിക്കുക. അപ്പോൾ ഈ ചോദ്യം വിപണി എന്ന അധ്യായത്തിൽ നിന്നാണ്, 4ാമത്തെ പാഠത്തു നിന്നാണ്. അതിൽ മാർവാടികളെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്, 95ാമത്തെ പേജിലാണ്. അപ്പോൾ കൊളോണിയൽ കാലഘട്ടത്തിൽ ഉണ്ടായ ചില അവസരങ്ങളാണ് മാർവാടികൾ എന്നൊരു ബിസിനസ് സമുദായത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമായത്. അവർ വ്യാപാരം നടത്തിയും പണവായ്പ ബിസിനസ് നടത്തിക്കൊണ്ടൊക്കെയാണ് ഇങ്ങനെയൊരു ബിസിനസ് സമുദായമായി വളർന്നത്. കൊളോണിയൽ കാലഘട്ടത്തിൽ നികുതി പണമായി സ്വീകരിച്ചപ്പോൾ പണം കൊടുക്കാനില്ലാത്ത കർഷകർ പണം വായ്പക്ക് കിട്ടുന്ന ബാങ്കർമാരിൽ നിന്നൊക്കെ കടം വാങ്ങിയിരുന്നു. അങ്ങനെ പണവായ്പ നൽകിക്കൊണ്ട് പലിശക്ക് വാങ്ങി അങ്ങനെ വലിയ പൈസക്കാരായ ഒരു വിഭാഗമാണ് മാർവാടികൾ. അപ്പോൾ അത്തരമൊരു സാഹചര്യം ഈ കൊളോണിയൽ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതാണ് ഉത്തരം. 13, തൊട്ടുകൂടായ്മയുടെ ഏതെങ്കിലും 2 മാനങ്ങൾ എഴുതുക. ഈ ചോദ്യം 5ാമത്തെ അധ്യായത്തിൽ നിന്നാണ്. സാമൂഹ്യ അസമത്വവും ബഹിഷ്കരണവും എന്നതിനെക്കുറിച്ചുള്ള പാഠം. അതിൽ തൊട്ടുകൂടായ്മയുടെ 4 മാനങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. പേജ് 116. 116ലാണ് ഉത്തരമുള്ളത്. ബഹിഷ്കരണം, അവഹേളനം, ചൂഷണം, വിധേയത്വം എന്നീ 4 മാനങ്ങളുണ്ട്. ഇതിൽ ഏതെങ്കിലും 2 എണ്ണത്തെക്കുറിച്ച് എഴുതുക. ബഹിഷ്കരണം എന്ന് പറഞ്ഞാൽ അവരെ അകറ്റി നിർത്തുക. അപ്പോൾ സമൂഹത്തിലെ പൊതുരംഗങ്ങളിൽ നിന്നൊക്കെ അവരെ അകറ്റി നിർത്തുക. കിണറിന്ന് വെള്ളം എടുക്കുന്നതിന്, കുളങ്ങൾ ഉപയോഗിക്കുന്നതിന്, അല്ലെങ്കിൽ വിദ്യാലയങ്ങൾ ഉപയോഗിക്കുന്നതിനൊക്കെ അകറ്റി നിർത്തുക. ചൂഷണം എന്ന് പറഞ്ഞാൽ അവർക്ക് വളരെ മോശപ്പെട്ട ജോലികൾ ചെയ്യാൻ അവരെ നിർബന്ധിക്കുക. ശൗചാലയങ്ങൾ വൃത്തിയാക്കുക, ഓടകൾ ശുദ്ധീകരിക്കുക, ശവം നീക്കം ചെയ്യുക തുടങ്ങിയ ജോലികളൊക്കെ ചെയ്യിപ്പിച്ചുകൊണ്ട് അതിന് തന്നെ കുറഞ്ഞ കൂലി കൊടുത്തൊക്കെ അവരെ ചൂഷണം ചെയ്യുക. അവഹേളനം എന്ന് പറഞ്ഞാൽ അവരെ അഭിമാനത്തിന് ക്ഷതം വരുത്തുക. നല്ല വസ്ത്രം ധരിക്കാൻ സമ്മതിക്കാതെ, അല്ലെങ്കിൽ ചെരുപ്പ് ധരിച്ച് നടക്കാൻ അനുവദിക്കാതെ ഒക്കെ അവരെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന രീതിയാണ് അവഹേളനം. വിധേയത്വം എന്ന് പറഞ്ഞാൽ അവർ മറ്റുള്ളവരുടെ ഒരു കീഴിലായിട്ട് നിൽക്കുക, അതേപോലെ കുറേ ക്രൂരതകളും പീഡനങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരിക. ഇതൊക്കെയാണ് വിധേയത്വം. അപ്പോൾ ഇതിലേതിനും 2 എണ്ണത്തെക്കുറിച്ച് എഴുതുക. 14, പൗരസമൂഹം എന്താണെന്ന് നിർവചിക്കുക. ഈ ചോദ്യം 6ാമത്തെ അധ്യായത്തിൽ നിന്നുള്ളതാണ്. പൗരസമൂഹം എന്ന് പറഞ്ഞാൽ കുടുംബജീവിതത്തിൻ്റെ സ്വകാര്യതക്കും രാഷ്ട്രീയ സാമ്പത്തിക മണ്ഡലത്തിനും പുറത്ത് വ്യക്തികൾ പ്രവർത്തിക്കുന്ന വിശാലമായ സാമൂഹ്യ മേഖലയാണ് പൗരസമൂഹമെന്ന് വിളിക്കുന്നത്. ഇവിടെ വ്യക്തികൾ സ്വമേധയാ ഒത്തുചേരുകയും സ്ഥാപനങ്ങളും സംഘടനയും രൂപീകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അത് പറയുന്നത് 6ാമത്തെ പാഠത്തിൽ 151ാമത്തെ പേജിലാണ്. 15, ഫ്ലെക്സി ടൈം എന്നാൽ എന്ത്? ഈ ചോദ്യം 2ാമത്തെ ഭാഗത്തുനിന്ന് ഉള്ള 5ാമത്തെ അധ്യായത്തിലാണ്. അത് വ്യാവസായിക സമൂഹത്തിലെ മാറ്റവും വികസനവും എന്നതിൽ പറയുന്നതാണ്. ആ പാഠത്തിൽ 87ാമത്തെ പേജിലുണ്ട് സമയാടിമത്തം എന്നൊരു ഭാഗത്ത്. അതിൽ IT മേഖലയിൽ സമയം നോക്കാതെ ജോലി ചെയ്യേണ്ട ഒരവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ജോലിക്കാർക്ക് കൊടുക്കുന്നൊരു ഓപ്ഷനാണ് ഫ്ലെക്സി ടൈം. ദീർഘസമയ ജോലിയെ നിയമാനുസൃതമാക്കാനായി
IT മാനേജ്മെൻറ്റ് സ്വീകരിക്കുന്ന മാർഗമാണ് ഫ്ലെക്സി ടൈം. ഇത് പ്രകാരം പ്രവൃത്തി സമയം തൊഴിലാളികൾക്കു തന്നെ തിരഞ്ഞെടുക്കാം. പക്ഷേ നിശ്ചിത സമയത്തിനകത്ത് പ്രൊജക്റ്റ് പൂർത്തീകരിച്ചിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു ഫ്ലെക്സിബിൾ ടൈം കൊടുക്കുകയാണ്. ഒരു ഓപ്ഷനുള്ള ഏത് ഓപ്ഷൻ തിരഞ്ഞെടുത്താലും കൂടുതൽ സമയം ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ടാകും എന്നതാണ് ഫ്ലെക്സി ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ഭാഗം 4 മാർക്കിൻ്റെ ചോദ്യമാണ്. 16 മുതൽ 19 വരെയുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരം എഴുതുക. 16ാമത്തെ ചോദ്യം, സാമൂഹ്യ ഭൂപടവും സ്വയം പ്രതിപദനവും തമ്മിൽ വേർതിരിക്കുക. അപ്പോൾ ഈ ചോദ്യം 1ാമത്തെ പാഠത്തു നിന്നാണ്. സാമൂഹ്യ ഭൂപടം എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നമ്മുടെ സ്ഥാനം എവിടെയാണെന്ന് കണ്ടെത്താൻ സഹായിക്കുന്ന ഭൂപടമാണ്. നാം ഉൾപ്പെടുന്ന ജാതി, മതം, പ്രദേശം, ഭാഷ, അതേപോലെ തന്നെ സാമൂഹ്യ സംഘങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ നമ്മുടെ സ്ഥാനം നിർണ്ണയിക്കാൻ സഹായിക്കുന്ന ഭൂപടം. അത് ശാസ്ത്രീയമാണ്. അപ്പോൾ അത്തരം ഭൂപടത്തിനാണ് സാമൂഹ്യ ഭൂപടമെന്ന് പറയുന്നത്. എന്നാൽ സ്വയം പ്രതിപദനം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിലൂടെ നമ്മെ കാണാൻ സഹായിക്കുന്ന ഒരു കഴിവ്, അതിനാണ് സ്വയം പ്രതിപദനം എന്ന് പറയുക. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിലൂടെ അവനിലേക്ക് തന്നെയുള്ള തിരിഞ്ഞുനോട്ടമാണ് സ്വയം പ്രതിപദനം. അപ്പോൾ സ്വയം പ്രതിപദനത്തിലൂടെ നമുക്ക് മറ്റുള്ളവരെക്കുറിച്ചുള്ള തെറ്റായ ധാരണകളൊക്കെ തിരുത്താൻ സാധിക്കും, നല്ലൊരു കാഴ്ചപ്പാട് രൂപീകരിക്കാൻ സാധിക്കും. അപ്പോൾ 1ാമത്തെ പാഠത്തിലാണ് ഈ 2 ആശയങ്ങളും ചർച്ച ചെയ്യുന്നത്. അടുത്തത് 17, ചരക്കുവൽക്കരണത്തെക്കുറിച്ച് ഉദാഹരണ സഹിതം വിവരിക്കുക. 4ാമത്തെ പാഠത്തിൽ വിപണിയെക്കുറിച്ചുള്ള അധ്യായത്തിലാണ് ചരക്കുവൽക്കരണത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ചരക്കുവൽക്കരണം എന്ന് പറഞ്ഞാൽ ചരക്കല്ലാത്ത ഒരു വസ്തുവിനെ ചരക്കാക്കി മാറ്റുകയും കമ്പോള വ്യവസ്ഥയുടെ ഭാഗമാക്കി തീർക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ചരക്കുവൽക്കരണം. ഉദാഹരണമായിട്ട് കുടിവെള്ളം മുമ്പ് ഒരു വിൽപ്പന ചരക്കല്ലായിരുന്നു. ആരും കുടിവെള്ളം കച്ചവടം ചെയ്തിരുന്നില്ല. ഇന്ന് കുടിവെള്ളത്തെ കുപ്പിയിലാക്കി വിതരണം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒരു വിൽപ്പന വസ്തുവായിട്ട് മാറി. അതുപോലെ തന്നെ നമ്മുടെ അധ്വാനങ്ങളും മറ്റു കഴിവുകളും ഒക്കെ ഇന്ന് വിൽപ്പന വസ്തുവായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യൻ്റെ അവയവങ്ങൾ, വൃക്ക പോലെയുള്ള അവയവങ്ങളൊക്കെ ഇന്ന് വിൽപ്പന വസ്തുവാണ്. അപ്പോൾ ആ അവസ്ഥയെ പറയുന്ന പേരാണ് ചരക്കുവൽക്കരണം. അപ്പോൾ അത് പറയുന്നത് 97ാമത്തെ പേജിലാണ്. 4ാമത്തെ പാഠത്തിൽ 97ാമത്തെ പേജിൽ 1ാം ഭാഗം. അടുത്തത് 18ാമത്തെ ചോദ്യം, ഇന്ത്യൻ റേഡിയോ രംഗത്ത് ആഗോളവൽക്കരണം ചെലുത്തിയ സ്വാധീനം വിശകലനം ചെയ്യുക. ഈ ചോദ്യം വിവരിക്കുന്നത് 2ാമത്തെ ഭാഗത്ത് 7ാമത്തെ അധ്യായത്തിലാണ്, ബഹുജന മാധ്യമങ്ങളെക്കുറിച്ചുള്ള പാഠം. അപ്പോൾ അതിൽ റേഡിയോയുടെ സ്വാധീനം 3 തരത്തിൽ പറയുന്നുണ്ട്. 1 കൊളോണിയൽ കാലഘട്ടത്തിൽ, 3 സ്വതന്ത്ര ഇന്ത്യയിൽ, 3ാമത്തേതാണ് ആഗോളവൽക്കരണ കാലത്ത്. അപ്പോൾ ആഗോളവൽക്കരണത്തിൽ റേഡിയോയുടെ സ്വാധീനം പറയുമ്പോൾ അതിൽ കൂടുതൽ പറയേണ്ടത് FM റേഡിയോ സ്റ്റേഷനെ കുറിച്ചാണ്. ഫ്രീക്വൻസി മോഡുലേഷൻ 2002 സ്വകാര്യ ഉടമസ്ഥതയിൽ FM സ്റ്റേഷനുകൾ രൂപീകൃതമായത്. കാര്യമായിട്ട് വിനോദ പരിപാടികളാണ് ഇവ പ്രാധാന്യം നൽകിയിരുന്നത്. അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളുടെ കീഴിൽ ധാരാളം FM സ്റ്റേഷനുകൾ ആരംഭിച്ചിരുന്നു. ഉദാഹരണമായിട്ട് ടൈംസ് ഓഫ് ഇന്ത്യയുടെ എന്ന പത്രത്തിൻ്റെ കീഴിലാണ് റേഡിയോ മിർച്ചി, ലിവിങ് മീഡിയയുടെ കീഴിൽ റെഡ് FM, അതുപോലെ തന്നെ മലയാള മനോരമയുടെ കീഴിലാണ് റേഡിയോ മാംഗോ. അപ്പോൾ ഇതൊക്കെയാണ് അതിൽ എഴുതേണ്ട കാര്യങ്ങൾ. 2ാമത്തെ ഭാഗത്തിൽ 136ാമത്തെ പേജിലാണിത് വിവരിക്കുന്നത്. 19ാമത്തെ ചോദ്യം, സാമൂഹ്യ പ്രസ്ഥാനങ്ങളുടെ ഏതെങ്കിലും 4 സവിശേഷതകൾ എഴുതുക. ഇത് അവസാനത്തെ അധ്യായത്തിൽ നിന്നാണ്, 2ാം ഭാഗത്തു നിന്ന് ഉള്ള 8ാമത്തെ പാഠം. അവസാനത്തെ പാഠമാണ് സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ. അതിൽ നിന്നുള്ള ചോദ്യമാണ്. അപ്പോൾ അതിൽ കുറേ സവിശേഷതകൾ പറഞ്ഞിട്ടുണ്ട്.
ഒന്ന് സുസ്ഥിരവും സംഘടിതവുമായ പ്രവർത്തനം, മറ്റൊന്ന് പൊതുവായ ലക്ഷ്യം, പൊതുവായ പ്രത്യയശാസ്ത്രം, മാറ്റങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നു, സംഘാടനം, നേതൃത്വം, വ്യവസ്ഥാപിത ഘടന. ഇതിലേതെങ്കിലും 4 പോയിൻ്റുകൾ എഴുതുക. ഇത് വിവരിക്കുന്നത് 2ാം ഭാഗത്തിൽ 144 പേജിലാണ്. അടുത്ത പാർട്ട് 5 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. 20 മുതൽ 23 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരം എഴുതുക. 20ാമത്തെ ചോദ്യം, ജാതി വ്യവസ്ഥയുടെ 5 സവിശേഷതകൾ എഴുതുക. ഇത് 1ാമത്തെ പാർട്ടിൽ 3ാമത്തെ പാഠത്തു നിന്നുള്ളതാണ്. ഇതിനുത്തരം 57ാമത്തെ പേജിൽ പറയുന്നുണ്ട്. ജനനമാണ് ജാതി നിർണ്ണയിക്കുന്നത്, ഒരു സവിശേഷത. 2ാമത്തത്, ജാതി വ്യവസ്ഥ സ്വഗണ വിവാഹം മാത്രമേ അനുവദിക്കുന്നുള്ളൂ. 3ാമത്തത്, ആഹാരത്തെപ്പറ്റിയും ആഹാരം പങ്കുവെക്കുന്നതിനെക്കുറിച്ചും ജാതി വ്യവസ്ഥയിൽ ചില നിയമങ്ങളുണ്ട്. 4ാമത്തത്, ജാതികൾക്കിടയിൽ വ്യക്തമായ ശ്രേണീകരണമുണ്ട്. ഓരോ ജാതിയുടെയും പദവിയുടെ അടിസ്ഥാനത്തിലാണ് ഇത് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. അടുത്തത്, ജാതികൾ ഉപജാതികളും ഉപജാതികളുമായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. അടുത്തത്, ജാതികൾ പരമ്പരാഗത തൊഴിലുകളുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ ഒരു 5 പോയിൻ്റ് എഴുതുക. 21ാമത്തെ ചോദ്യം, ആഗോളവൽക്കരണത്തിൻ്റെ വിവിധ മാനങ്ങൾ വിശദീകരിക്കുക. അപ്പോൾ ഈ ചോദ്യം 2ാമത്തെ ഭാഗത്തുനിന്ന് ആഗോളവൽക്കരണത്തെക്കുറിച്ചുള്ള ഒരു പാഠമുണ്ട്. അത് 6ാമത്തെ പാഠം, 2ാമത്തെ ഭാഗത്തിൽ 6ാമത്തെ പാഠം ആഗോളവൽക്കരണത്തെക്കുറിച്ച്. അതിലൊരു 106ാമത്തെ പേജ് മുതൽ ഇത് പറയുന്നുണ്ട്. അത് കുറച്ച് വിശദമാക്കിയാണ് പറയുന്നത്. പക്ഷേ 5 മാർക്കിന് അത്ര കൂടുതൽ എഴുതേണ്ടതില്ല. 5 മാനങ്ങൾ അതിൽ പറയുന്നതാണ്. ഉദാരവൽക്കരണത്തിൻ്റെ സാമ്പത്തിക നയം. ഉദാരവൽക്കരണത്തിൻ്റെ സാമ്പത്തിക നയം. അടുത്തൊരു പോയിൻ്റായിട്ട് പറയുന്നത് രാജ്യാന്തര കോർപ്പറേഷനുകൾ. കൊക്കക്കോള പോലെയുള്ള ഒന്നിലധികം രാജ്യങ്ങളിൽ ഉൽപ്പാദനവും വിതരണമൊക്കെ ഉള്ള കമ്പനികൾ, അതിനാണ് രാജ്യാന്തര കോർപ്പറേഷനുകൾ എന്നറിയാം. അടുത്തൊരു ഇലക്ട്രോണിക് സമ്പദ് വ്യവസ്ഥ എന്നുള്ള അടുത്തൊരു പോയിൻ്റ്. അതായത് ആഗോളവൽക്കരണത്തിന് ശേഷം സമ്പദ് വ്യവസ്ഥ ഒരു മൗസ് ക്ലിക്കിലൂടെ വിനിമയം ചെയ്യപ്പെടാവുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അതാണ് ഇലക്ട്രോണിക് സമ്പദ് വ്യവസ്ഥ. അതുപോലെ തന്നെ അടുത്തൊരു പോയിൻ്റ് എഴുതേണ്ടത് ഭാരരഹിത സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ ജ്ഞാന സമ്പദ് വ്യവസ്ഥ. ആഗോളവൽക്കരണ യുഗത്തിൽ സമ്പത്തിന് ഭാരം കുറഞ്ഞിട്ടുണ്ട്. വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള സമ്പത്താണെന്ന് കൂടുതൽ. അതായത് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ സേവനങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഇന്ന് കൂടുതൽ സമ്പത്ത് ഉള്ളത്. ഭൗതിക വസ്തുക്കളുടെ രൂപകൽപ്പന, വികസനം, സാങ്കേതികവിദ്യ, മാർക്കറ്റിംഗ്, സേവനം എന്നിവയിൽ തൊഴിലാളികളും പ്രൊഫഷണലും ഏർപ്പെടുന്ന സമ്പദ് വ്യവസ്ഥയാണ് ജ്ഞാന സമ്പദ് വ്യവസ്ഥ. അപ്പോൾ അത് പറയുന്നത് 110ാമത്തെ പേജിലാണ്. അപ്പോൾ ഈ അധ്യായത്തിൽ 2-3 പേജുകളിലായിട്ട് ഇത് വിവരിച്ചിരിക്കുകയാണ്. അപ്പോൾ അത്ര കൂടുതൽ പറയേണ്ട 5 പോയിൻ്റുകളും അതിൻ്റെ ഓരോ വിശദീകരണ പോയിൻറ്റും എഴുതിയാൽ മതിയാവും. 22ാമത്തെ ചോദ്യം, വ്യവസായവൽക്കരണവും നഗരവൽക്കരണവും ഒന്നിച്ചുള്ള പ്രക്രിയയാണ്, വിശദമാക്കുക. ഇത് 2ാമത്തെ ഭാഗത്തിൽ 1ാമത്തെ അധ്യായത്തിൽ പറയുന്നതാണ്. ഘടനാപരമായ മാറ്റം എന്നതിൽ പെട്ട ഒന്നാണ് വ്യവസായവൽക്കരണം, മറ്റൊന്ന് നഗരവൽക്കരണം. അപ്പോൾ നഗരവൽക്കരണവും വ്യവസായവൽക്കരണവും പരസ്പരം പൂരകങ്ങളാണ്. നഗരവൽക്കരണവും വ്യവസായവൽക്കരണവും ആദ്യം സംഭവിച്ച ബ്രിട്ടൻ്റെ കാര്യം തന്നെ എടുക്കാം. വ്യവസായവൽക്കരണത്തിന് മുമ്പ് ബ്രിട്ടൻ തീർത്തും ഗ്രാമീണമായ ഒരു രാജ്യമായിരുന്നു. എന്നാൽ വ്യവസായവൽക്കരണത്തെ തുടർന്ന് അതൊരു നഗര സ്വഭാവമുള്ള രാജ്യമായി തീർന്നു. AD 1800 ബ്രിട്ടനിലെ ജനസംഖ്യയിൽ 20% താഴെ മാത്രമാണ് നഗരങ്ങളിൽ വസിച്ചിരുന്നത്. എന്നാൽ AD 1900 ആയപ്പോൾ ഇത് 74% വർദ്ധിച്ചു. ബ്രിട്ടൻ്റെ തലസ്ഥാനമായ ലണ്ടനിലെ ജനസംഖ്യ യഥാക്രമം 1.1 ദശലക്ഷത്തിൽ നിന്നും 7 ദശലക്ഷമായി ഉയർന്നു. വ്യവസായങ്ങൾ വരുമ്പോൾ നഗരങ്ങളുണ്ടാവും, അങ്ങനെ നഗരവൽക്കരണം ഉണ്ടാവും എന്നാണ് അതിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു ആശയമാണ് എഴുതേണ്ടത്.
അത് പറയുന്നത് 14-ാമത്തെ പേജിലാണ്. രണ്ടാമത്തെ ഭാഗത്ത് 14-ാമത്തെ പേജിൽ. 23-ാമത്തെ ചോദ്യം ചേരുംപടി ചേർക്കാനുള്ളതാണ്. എ കോളം ബി കോളം. എ കോളത്തിൽ ആര്യസമാജം, ബ്രഹ്മസമാജം, സംസ്കൃതവൽക്കരണം, ബഹുവിവാഹം, ഹിന്ദു പ്രകാശ്. ബി കോളത്തിൽ ബംഗാൾ ജനറ ഷാനവാസ്, വിദ്യാസാഗർ, പഞ്ചാബ് എം.എൻ. ശ്രീനിവാസ്. അപ്പോൾ അതിൽ മാച്ചായത് എ കോളത്തിൽ ആര്യസമാജത്തിനോട് മാച്ചായത് പഞ്ചാബ് എന്നതാണ്. അപ്പോൾ പഞ്ചാബിലാണ് ആര്യസമാജം ഉണ്ടായത്. ബ്രഹ്മസമാജം എന്നതിനോട് മാച്ചായത് ബംഗാൾ എന്നാണ്. അപ്പോൾ ബംഗാളിലാണ് ബ്രഹ്മസമാജം ഉണ്ടായത്. മൂന്നാമത്തെ സംസ്കൃതവൽക്കരണം എന്നതിനോട് മാച്ചായത് എം.എൻ. ശ്രീനിവാസാണ്. അദ്ദേഹമാണത് രൂപപ്പെടുത്തിയത്. അടുത്തത് ബഹുവിവാഹം എന്നതിനോട് മാച്ചായത് ജഹനറ ഷാനവാസ് എന്നതാണ്. അപ്പോൾ അവരൊരു പരിഷ്കർത്താവാണ്. ബഹുവിവാഹത്തെക്കുറിച്ചൊരു പ്രമേയം ആൾ ഇന്ത്യ മുസ്ലിം ലേഡീസ് കോൺഫറൻസിൽ അവതരിപ്പിച്ച ആളാണ്. അടുത്തത് ഹിന്ദു പ്രകാശ്, അതിനോട് ചോദിച്ചത് വിദ്യാസാഗർ. അപ്പോൾ ഈ ചേരുംപടി ചേർക്കാനുള്ള ചോദ്യം രണ്ടാമത്തെ ഭാഗത്തു നിന്നുള്ള രണ്ടാമത്തെ പാഠം, അതായത് സാംസ്കാരിക മാറ്റം എന്ന പാഠത്തിൽ പെട്ട വിവിധ ആശയങ്ങളാണ് ഇതിലുള്ളത്. അടുത്ത ഭാഗം 6 മാർക്കിൻ്റെ ചോദ്യമാണ്. 24 മുതൽ 27 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരം എഴുതുക. 24-ാമത്തത് ഇന്ത്യയിലെ ലിംഗാനുപാതം കുറയുന്നതിൻ്റെ പിന്നിലെ കാരണങ്ങൾ പട്ടികപ്പെടുത്തുക. ലിംഗാനുപാതം എന്ന് പറഞ്ഞാൽ 1000 പുരുഷന്മാർക്ക് എത്ര സ്ത്രീകൾ ഉണ്ട് എന്ന കണക്കാണ് ലിംഗാനുപാതം. ഇത് 2-ാമത്തെ അധ്യായത്തിലാണ്, 1-ാമത്തെ പാർട്ടിൽ 2-ാമത്തെ പാഠത്തിലാണ്, ജനസംഖ്യയെക്കുറിച്ചുള്ള പാഠത്തിലാണ് പറയുന്നത്. അപ്പോൾ ലിംഗാനുപാതം കുറയാനുള്ള കാരണം, ലിംഗാനുപാതം അല്ലെങ്കിൽ സ്ത്രീ പുരുഷാനുപാതം എന്നും പറയും. അത് കുറയാനുള്ള കാരണങ്ങൾ ആരോഗ്യപരമായ കാരണങ്ങളുണ്ട്. അതുപോലെ തന്നെ പ്രസവത്തോടെയുള്ള സ്ത്രീകളുടെ മരണം ഒരു കാരണമാണ്. പോഷകാഹാരക്കുറവ് മറ്റൊരു കാരണം. വൈദ്യസഹായത്തിൻ്റെ ലഭ്യതക്കുറവ്. അതുപോലെ ഗതാഗത സൗകര്യമില്ലായ്മ. അടുത്തത് പെൺകുട്ടികളോടുള്ള മനോഭാവത്തിലെ വ്യത്യാസം. അടുത്തത് പെൺകുട്ടികൾ സമൂഹത്തിൽ ശാപവും ബാധ്യതയുമായി കാണുന്ന കാര്യം. അടുത്തത് ശൈശവകാലത്തെ കടുത്ത അവഗണന, പെൺ ഭ്രൂണഹത്യ, സ്ത്രീധനം. അപ്പോൾ തുടങ്ങിയ കുറേ കാരണങ്ങൾ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ 6 മാർക്കിന് ഒരു 6 പോയിൻ്റ് അതിലുണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇത് പറയുന്നത് 2-ാമത്തെ പാഠത്തിൽ 42-ാമത്തെ പേജിലാണ്. അടുത്തത് 25-ാമത്തെ ചോദ്യം. ഇന്ത്യൻ രാഷ്ട്രനിർമ്മാണത്തിന് ഭീഷണി എന്ന നിലയിൽ വർഗീയതയെ വിശകലനം ചെയ്യുക. വർഗീയതയെക്കുറിച്ചാണ് ചോദ്യം. 1-ാമത്തെ ഭാഗത്തുനിന്ന് 6-ാമത്തെ പാഠത്തിലാണ് വർഗീയതയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. സാംസ്കാരിക വൈവിധ്യം നേടുന്ന വെല്ലുവിളികൾ എന്നതിൽ ഒരു വെല്ലുവിളിയാണ് വർഗീയത. വർഗീയത എന്ന് പറഞ്ഞാൽ സ്വന്തം മതവിഭാഗത്തെ ശ്രേഷ്ഠമായും മറ്റു വിഭാഗങ്ങളെ അധമരായും കാണുന്ന സങ്കുചിത മനോഭാവമാണ് വർഗീയത. മതവുമായി ബന്ധപ്പെട്ട ആക്രമണോത്സുകമായ ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാണ് വർഗീയത. വർഗീയതയുടെ സവിശേഷതകളായിട്ട് പറഞ്ഞിട്ടുള്ളത്, വർഗീയത മതസ്വത്വത്തിന് അമിത പ്രാധാന്യം നൽകുന്നു. ഒരാളുടെ വിദ്യാഭ്യാസം, സമ്പത്ത്, ജോലി, രാഷ്ട്രീയം എന്നിവയേക്കാൾ വലുതാണ് മതം എന്ന് വരുത്തി തീർക്കുന്നു. അതുപോലെ മറ്റു മത രാഷ്ട്രീയ സ്വത്വങ്ങളിൽ വിശ്വസിക്കുന്നവരോട് എതിർപ്പും ശത്രുതയും പുലർത്താൻ സഹായിക്കുന്നു വർഗീയത. അതുപോലെ മറ്റു മത സാമൂഹ്യ സ്വഭാവങ്ങളുമായുള്ള സമാനതകളെ ഇത് നിഷേധിക്കുന്നു. ആക്രമണോന്മുഖമായ രാഷ്ട്രീയ സ്വത്വം വളർത്തിയെടുക്കുന്നു. സായുധ പരിശീലനം നേടിയ സംഘങ്ങൾ പോലെ മറ്റു വിഭാഗങ്ങളൊക്കെ ഈ മതത്തിൻ്റെ പേരിൽ സംഘടിക്കുകയും മറ്റു മതസ്ഥരോട് വെറുപ്പും വിദ്വേഷമൊക്കെ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ അതിനൊക്കെ സഹായിക്കുന്നതാണ് വർഗീയത. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ രാഷ്ട്രത്തിന് ഭീഷണിയാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു സാംസ്കാരിക വൈവിധ്യത്തിന് വെല്ലുവിളിയാണ് വർഗീയത.
ഇതിൻ്റെ 2 ഉദാഹരണങ്ങളായിട്ട് പറഞ്ഞിട്ടുള്ളത് കോൺഗ്രസ് ഭരിച്ച സമയത്ത് ഉണ്ടായ ഒരു വർഗീയ പ്രശ്നമാണ്. 1984 ഇന്ദിരാഗാന്ധിയുടെ വധത്തെ തുടർന്ന് ഡൽഹിയിൽ സിഖുകാർക്കെതിരെ നടന്ന കലാപം. അത് ഇന്ത്യയിൽ ഉണ്ടായ ഏറ്റവും വലിയൊരു വർഗീയ പ്രശ്നമായിരുന്നു. അന്ന് ഭരണത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. അതേപോലെ തന്നെ BJP ഭരണത്തിലിരിക്കുമ്പോൾ സംഭവിച്ചൊരു വർഗീയതയാണ് ഗുജറാത്തിലുണ്ടായത് 2002. അതൊരു മുസ്ലിം വിരുദ്ധ കലാപമായിരുന്നു. അപ്പോൾ അതിന് കാരണക്കാരായത് ആ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അപ്പോൾ പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ ഭരണത്തിരുന്ന സമയത്താണ് ഇന്ത്യയിൽ വലിയ വർഗീയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ വർഗീയതയുടെ ചരിത്രം മാത്രമല്ല ഇന്ത്യക്കുള്ളത്. ഇന്ത്യക്ക് മതപരമായ ബഹുത്വത്തിൻ്റെയും അതേപോലെ തന്നെ സെക്കുലറിസം മതേതരത്വത്തിൻ്റെയൊക്കെ ഒരു മതസൗഹാർദ്ദത്തിൻ്റെയൊക്കെ പാരമ്പര്യമുണ്ട്. ഭക്തി പ്രസ്ഥാനവും സൂഫി പ്രസ്ഥാനമൊക്കെ ഈ ഒരു കാര്യത്തിന് പ്രത്യേകമായ ഊന്നൽ നൽകുന്നു, ബഹുസ്വരതയ്ക്ക് ഊന്നൽ നൽകുന്നവയാണ്. അപ്പോൾ ഒന്നാമത്തെ പുസ്തകത്തിൽ 147, 148 പേജുകളിലായിട്ട് വർഗീയതയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അടുത്ത 26ാമത്തെ ചോദ്യം, ഹരിത വിപ്ലവത്തിൻ്റെ സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ വിമർശനാത്മകമായി വിശകലനം ചെയ്യുക എന്നതാണ്. ഹരിത വിപ്ലവത്തെക്കുറിച്ച് പറയുന്നത് 2ാം ഭാഗത്തിൽ 4ാമത്തെ അധ്യായത്തിലാണ്. അതായത് ഗ്രാമസമൂഹത്തിൻ്റെ മാറ്റവും വികസനവും എന്ന പാഠത്തിൽ. അപ്പോൾ അതിൽ ഹരിത വിപ്ലവം അതിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളൊക്കെ പറയണേ. നമുക്ക് എഴുതേണ്ടത് സാമൂഹ്യ പ്രത്യാഘാതങ്ങളാണ്, കോട്ടങ്ങളാണ്. അപ്പോൾ അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന്, ഹരിത വിപ്ലവം ഇടത്തരം കർഷകർക്കും വൻകിട കർഷകർക്കും മാത്രമാണ് പ്രയോജനപ്പെട്ടത്. ചെറുകിട കർഷകർക്ക് അതിൻ്റെ ഗുണഫലങ്ങൾ ലഭിച്ചില്ല. മറ്റൊന്ന്, ചെലവേറിയ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുന്നതിന് ചെറുകിട കർഷകർക്ക് സാധിച്ചില്ല. അടുത്തത്, പുതിയ വിത്തിനങ്ങളും രാസവളങ്ങളും വാങ്ങാനുള്ള പണം ചെറുകിട കർഷകർക്കുണ്ടായിരുന്നില്ല. അടുത്തത്, അസമത്വങ്ങൾ രൂപം കൊണ്ടു. വൻകിട കർഷകർ വിപണിയെ ലക്ഷ്യമാക്കി ഉൽപ്പാദനം നടത്തി. എന്നാൽ ചെറുകിട കർഷകർ ഉപജീവന കൃഷി മാത്രമായിരുന്നു ചെയ്തിരുന്നത്. സമ്പന്ന കർഷകർ കൃഷിയിൽ നിന്നും വൻ ലാഭമുണ്ടാക്കിയപ്പോൾ ദരിദ്ര കർഷകർ ദരിദ്രരായി തന്നെ തുടർന്നു. കുടിയാന്മാരെ കൃഷിഭൂമിയിൽ നിന്ന് കുടിയൊഴിപ്പിക്കുന്നതിന് ഹരിതവിപ്ലവം ഇടവരുത്തി. ഉഴവ്, മെതി, കൊയ്ത്ത് എന്നീ സേവന ജോലികൾ യന്ത്രങ്ങൾ ഏറ്റെടുത്തപ്പോൾ അത്തരം ജോലികളിൽ ഏർപ്പെട്ടിരുന്ന ജാതി വിഭാഗങ്ങൾക്ക് ജോലി നഷ്ടപ്പെട്ടു. അടുത്തത്, സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. അടുത്തത്, തൊഴിലാളികൾക്ക് കൂലി സാധനമായിട്ട് നൽകിയിരുന്നതിന് പകരം പണമായി കൂലി നൽകാൻ തുടങ്ങി. ഇത് വീടുകളിൽ ദാരിദ്ര്യമുണ്ടാവുന്നതിന് കാരണമായി. ഉൽപ്പന്നങ്ങളുടെ വില ഇടിവും വിളനാശവും കർഷകരെ സാമ്പത്തികമായി തകർത്തു. പ്രാദേശിക അസമത്വങ്ങൾക്ക് വഴിയൊരുക്കി. ചില പ്രദേശങ്ങളിൽ പുരോഗതിയും വികസനവും ഉണ്ടായപ്പോൾ മറ്റു ചില പ്രദേശങ്ങൾ മുരടിക്കുന്നതിന് കാരണമായി. ബീഹാർ രാജ്യത്തിൻ്റെ കിഴക്കുഭാഗങ്ങൾ, കിഴക്കൻ ഉത്തർപ്രദേശ്, തെലങ്കാന എന്നിവിടങ്ങളിൽ ഫ്യൂഡൽ കാർഷിക ഘടന മാറ്റമില്ലാതെ തുടർന്നു. പരമ്പരാഗത കൃഷിരീതികൾ ഉപയോഗശൂന്യമായി. ജനിതക മാറ്റം വരുത്തിയ വിളകളും വീര്യം കൂടിയ കീടനാശിനികളും പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് ഇടയാക്കി തുടങ്ങി ധാരാളം പ്രത്യാഘാതങ്ങൾ 68ാമത്തെ പേജിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അതാണ് എഴുതേണ്ടത്. 2ാമത്തെ ഭാഗത്തിൽ 68ാമത്തെ പേജിൽ. അടുത്തത് 27ാമത്തെ ചോദ്യം, സംഘടിത മേഖലയും അസംഘടിത മേഖലയും തമ്മിൽ താരതമ്യം ചെയ്യുക. അപ്പോൾ ഈ ചോദ്യം പാഠത്തിൽ 2ാം ഭാഗത്തിൽ വ്യാവസായിക സമൂഹത്തിൻ്റെ മാറ്റവും വികസനവും എന്നതിൽ ചർച്ച ചെയ്യുന്നു. നമ്മുടെ പുസ്തകത്തിൽ 80-81 പേജുകളിലായിട്ടാണ് ഈ ചോദ്യത്തിന് ഉത്തരമുള്ളത്. 10 അതിലധികമോ ആളുകൾ വർഷം മുഴുവനും പണിയെടുക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും സംഘടിത മേഖലയിൽ ഉൾപ്പെടുന്നു. ഈ സ്ഥാപനങ്ങൾ ഗവൺമെൻറ്റിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. അതിലെ തൊഴിലാളികൾക്ക് ശമ്പളവും പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും കൃത്യമായി ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ
വേണ്ടിയാണ് ഇങ്ങനെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് 10 പേരിൽ താഴെ ജോലി ചെയ്യുന്ന എന്നാൽ ഗവൺമെൻറ് രജിസ്റ്റർ ചെയ്യാത്ത സ്ഥാപനങ്ങളാണ് അസംഘടിത മേഖലയിലുള്ളത്. ഇന്ത്യയിലെ 90% തൊഴിലാളികളും പണിയെടുക്കുന്നത് അസംഘടിത മേഖലയിലാണ്. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസങ്ങൾ എഴുതുകയാണെങ്കിൽ 2 കോളാക്കി തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരിടത്ത് സംഘടിത മേഖല, മറ്റേ കോളത്തിൽ അസംഘടിത മേഖല. ഒന്നിൽ എഴുതിയത് 10 അതിലധികം ആളുകൾ വർഷം മുഴുവൻ പണിയെടുക്കുന്നു സംഘടിത മേഖലയിൽ, എന്നാൽ 10-ൽ താഴെ ആളുകൾ ജോലി ചെയ്യുന്നു അസംഘടിത മേഖലയിൽ. സംഘടിത മേഖലയിലെ സ്ഥാപനങ്ങൾ ഗവൺമെൻറ്റിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം, എന്നാൽ അസംഘടിത മേഖലയിൽ രജിസ്റ്റർ ചെയ്യില്ല. മറ്റേത് തൊഴിലാളികൾക്ക് ശമ്പളവും ആനുകൂല്യങ്ങളൊക്കെ കൃത്യമായി ലഭിക്കുന്നുണ്ട് സംഘടിത മേഖലയിൽ, അസംഘടിത മേഖലയിൽ ലഭിക്കുന്നില്ല. സംഘടിത മേഖലയിൽ തൊഴിൽ സുരക്ഷയുണ്ട്, എന്നാൽ അസംഘടിത മേഖലയിൽ തൊഴിൽ സുരക്ഷയില്ല. തൊഴിലാളി യൂണിയനും ഉണ്ടായിരിക്കും സംഘടിത മേഖലയിൽ, എന്നാൽ അസംഘടിത മേഖലയിൽ തൊഴിലാളി യൂണിയനുകൾ കുറവായിരിക്കും. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ആണ് ഈ ചോദ്യത്തിന് ഉത്തരം എഴുതേണ്ടത്. അടുത്തത് 8 മാർക്കിൻ്റെ ചോദ്യമുള്ള പാർട്ടാണ്. 28 മുതൽ 30 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 2 എണ്ണത്തിന് ഉത്തരം എഴുതുക. 28ാമത്തെ ചോദ്യം, അവകാശത്തിനും സമത്വത്തിനും വേണ്ടിയുള്ള ഇന്ത്യൻ സ്ത്രീകളുടെ പോരാട്ടങ്ങൾ വിശദീകരിക്കുക. അപ്പോൾ സ്ത്രീകളുടെ പോരാട്ടങ്ങളെക്കുറിച്ചാണ് എഴുതേണ്ടത്. ഈ ചോദ്യം വന്നിട്ടുള്ളത് 1ാമത്തെ ഭാഗത്ത് നിന്ന് 5ാമത്തെ പാഠത്തിലാണ്. അപ്പോൾ അതിൽ അസമത്വത്തിനും ബഹിഷ്കരണത്തിനുമെതിരെ സ്ത്രീകൾ നടത്തിയ പോരാട്ടങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് 121ാമത്തെ പേജിൽ. അപ്പോൾ അതിൽ പറയുന്ന കാര്യങ്ങളാണ് എഴുതേണ്ടത്. അപ്പോൾ അതിൽ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ, പുരുഷാധിപത്യത്തിനെതിരെയാണ് സ്ത്രീകൾ പോരാടിയത്. സമൂഹവും സംസ്കാരവും കൽപ്പിക്കുന്ന വ്യത്യാസങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി സ്ത്രീകൾ ധാരാളം പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ജീവശാസ്ത്രപരമായ സ്ത്രീ പുരുഷന്മാർക്കിടയിലെ പ്രശ്നങ്ങളല്ല, മറിച്ച് സാമൂഹ്യമായ സ്ത്രീ പുരുഷന്മാർക്കിടയിലെ പ്രശ്നങ്ങൾക്കെതിരെയാണ് സ്ത്രീകൾ പോരാടിയത്. അപ്പോൾ അതിൽ സ്ത്രീകൾ തന്നെ മുന്നിട്ടിറങ്ങി പ്രവർത്തിച്ചതുണ്ട്. പുരുഷന്മാർ ആയ പരിഷ്കർത്താക്കൾ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചതുമുണ്ട്. അപ്പോൾ അതിൻ്റെ 2ൻ്റെയും ഉദാഹരണങ്ങൾ കാണാം. അപ്പോൾ അതിൽ ഒരു പെട്ടിക്കോളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോ പ്രസ്ഥാനവും അതിൻ്റെ നേതാക്കന്മാരും അതുപോലെ അവരെന്തിനാണ് പ്രവർത്തിച്ചത് എന്നും. അപ്പോൾ അതിൽ ബ്രഹ്മസമാജം, രാജാറാം മോഹൻ റായ് സ്ഥാപിച്ച ബ്രഹ്മസമാജം സതി എന്ന സമ്പ്രദായത്തിനെതിരെ പോരാടി. സതി പറഞ്ഞാൽ സ്ത്രീ ചാടി മരിക്കണം പുരുഷൻ്റെ ചിതയിൽ, എന്നാൽ പുരുഷൻ ഒരിക്കലും സ്ത്രീയുടെ ചിതയിൽ ചാടി മരിക്കേണ്ട എന്ന ഒരു സ്ത്രീ പുരുഷ വ്യത്യാസം, അതാണ് സതിയിലുള്ളത്. അപ്പോൾ അത് നിർത്തലാക്കാൻ വേണ്ടി രാജാറാം മോഹൻ റായ് പ്രവർത്തിച്ചു. അതുപോലെ തന്നെ വിധവാ പുനർവിവാഹത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളാണ് MG റാനഡെ. വിധവാ പുനർവിവാഹം എന്ന് പറഞ്ഞാൽ സ്ത്രീ വിഭാരിയായി കഴിഞ്ഞാൽ, ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ സ്ത്രീ ഒരിക്കലും പുനർവിവാഹം ചെയ്യപ്പെടാൻ പാടില്ല എന്നൊരു രീതിയുണ്ടായിരുന്നു. എന്നാൽ ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ പുരുഷന് പുനർവിവാഹം സാധിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലൊരു സ്ത്രീ പുരുഷ വിവേചനമുണ്ട്. ഇതിനെതിരെ പ്രവർത്തിച്ച ഒരു പരിഷ്കർത്താവാണ് MG റാനഡെ. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്ഥാനത്തിൻ്റെ പേരാണ് പ്രാർത്ഥനാ സമാജം. അതുപോലെ തന്നെ ജാതി വ്യവസ്ഥക്കെതിരെയും ലിംഗ അസമത്വത്തിനെതിരെയൊക്കെ പ്രവർത്തിച്ച ജ്യോതിബ ഫൂലെ, അദ്ദേഹം ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ് സത്യശോധക സമാജം. അപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി സ്കൂളൊക്കെ സ്ഥാപിക്കുകയും അപ്പോൾ അതിൽ ജാതി മതഭേദമന്യേ പെൺകുട്ടികൾക്ക് പ്രവേശനം നൽകുകയൊക്കെ ചെയ്തു. അതുപോലെ തന്നെ മുസ്ലിം സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രവർത്തിച്ചൊരു പരിഷ്കർത്താവാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അതിനുവേണ്ടി അലീഗർ പ്രസ്ഥാനം എന്ന സംഘടനയുണ്ടാക്കുകയും അലീഗർ യൂണിവേഴ്സിറ്റിയുടെ തുടക്കം കുറിക്കുകയൊക്കെ ചെയ്ത ആളാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അതുപോലെ തന്നെ ആര്യ സമാജവും സ്ത്രീ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ച ഒരു പ്രസ്ഥാനമാണ്. അതിൻ്റെ സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഇതിനു പുറമെ സ്ത്രീകൾ തന്നെ മുന്നിട്ടിറങ്ങി
ധാരാളം പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ 2 ഉദാഹരണങ്ങളായിട്ട് കൊടുത്തിട്ടുള്ളത് സ്ത്രീ പുരുഷ തുനല എന്ന നോവൽ എഴുതിയ താരാബായ് ഷിൻഡെയെക്കുറിച്ചാണ്. അപ്പോൾ മഹാരാഷ്ട്രയിലെ ഒരു വീട്ടമ്മയായ താരാബായ് ഷിൻഡെ ഈ പുസ്തകം എഴുതിയത് പുരുഷ മേധാവിത്വത്തിനെതിരാണ്. അവിഹിത ബന്ധത്തിലൂടെ പ്രസവിച്ച തൻ്റെ കുഞ്ഞിനെ കൊന്നതിൻ്റെ പേരിൽ കൊലക്ക് വിധിക്കപ്പെട്ട ബ്രാഹ്മണ സ്ത്രീയുടെ കഥയാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. അപ്പോൾ ഈ കുഞ്ഞിന് ജന്മം നൽകിയ പുരുഷന് യാതൊരു പ്രശ്നവുമില്ല, അവനെ ആരും ശിക്ഷിക്കുന്നില്ല. എന്നാൽ സ്ത്രീയാണ് പിടിക്കപ്പെടുന്നത്. അപ്പോൾ ആ ഒരു സ്ത്രീ പുരുഷ വിവേചനമാണതിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതേപോലെ തന്നെ സുൽത്താനയുടെ സ്വപ്നം, സുൽത്താനാസ് ഡ്രീം എന്ന പേരിൽ എഴുതിയ ചെറുകഥയുണ്ട്. അത് എഴുതിയത് ബംഗാളിലെ ഒരു മുസ്ലിം സമ്പന്ന കുടുംബത്തിൽ ജനിച്ച ബീഗം റുക്കിയ ഷക്കാവത്ത് ഹുസൈൻ എന്ന സ്ത്രീയാണ്. അപ്പോൾ സുൽത്താന കാണുന്ന സ്വപ്നത്തെക്കുറിച്ചാണ് അതിൽ പറയുന്നത്. സ്വപ്നം ഇതാണ്: പുരുഷൻ ചെയ്യുന്ന ജോലികളൊക്കെ സ്ത്രീകൾ ചെയ്യുകയും സ്ത്രീകൾ ചെയ്യുന്ന ജോലിയൊക്കെ പുരുഷൻ ചെയ്യുകയും ചെയ്യുന്ന ഒരു മാന്ത്രിക ലോകത്തെക്കുറിച്ചാണ് സുൽത്താന സ്വപ്നം കാണുന്നത്. അപ്പം അങ്ങനെ സ്ത്രീകൾ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലൊക്കെ ഇടപെടുകയും പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ പുരുഷന്മാർ വീട്ടിലൊതുങ്ങിക്കൂടുകയും പുറത്തിറങ്ങാതെ പർദ്ദ ആചരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ലോകത്തെക്കുറിച്ച് ആണ് സുൽത്താന സ്വപ്നം കാണുന്നത്. അപ്പോൾ സ്ത്രീ അനുഭവിക്കുന്ന പ്രശ്നത്തെ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ ഇത്തരം നോവലുകളും ചെറുകഥകളും സഹായിച്ചിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അതിലെഴുതേണ്ടത്. പിന്നെ കോൺഗ്രസിൻ്റെ കറാച്ചി സമ്മേളനത്തിൽ സ്ത്രീ വിവേചനവുമായി ബന്ധപ്പെട്ട ധാരാളം പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുന്നതിനുള്ള പ്രമേയമൊക്കെ ഉണ്ടായിരുന്നു. അതിൽ പറഞ്ഞ കുറേ കാര്യങ്ങളാണ് ഭരണഘടനയിലെ വകുപ്പുകളായിട്ട് പിന്നെ എഴുതപ്പെട്ടതൊക്കെ. അതുപോലെ തന്നെ ഈ സതിയും വിധവാ പുനർവിവാഹ പഴയ പ്രശ്നങ്ങളായിരുന്നെങ്കിൽ സ്ത്രീകൾ നേരിടുന്ന പുതിയ പ്രശ്നങ്ങളാണ് കസ്റ്റഡി മരണം, മാനഭംഗം, സ്ത്രീധന മരണം, മാധ്യമങ്ങളിലെ പ്രാതിനിധ്യം തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് എഴുതുകയാണ് ഈ ചോദ്യത്തിന് ഉത്തരം ആയിട്ട് വേണ്ടത്. ഇത് പറയുന്നത് ഒന്നാമത്തെ പാർട്ടിൽ 121 മുതൽ ഒക്കെ അത് വിശദീകരിക്കുന്നുണ്ട്. 121 പേജ് 22, 23 അത് വിശദീകരിക്കുന്നുണ്ട്. അടുത്ത ചോദ്യം 29. അതിൽ എയും ബിയും ചോദ്യങ്ങളുണ്ട്. എ ചോദ്യം പഞ്ചായത്തി രാജ് എന്നാൽ എന്ത്? ബി ചോദ്യം പഞ്ചായത്തിൻ്റെ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും വിശദമായി വിവരിക്കുക. അപ്പോൾ അത് വിശദീകരിക്കുന്നത് 2ാമത്തെ പുസ്തകത്തിൽ ഒരു 47ാമത്തെ പേജ് മുതൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം വിശദീകരിക്കുന്നുണ്ട്. പഞ്ചായത്തി രാജ് എന്ന പദത്തിൻ്റെ അർത്ഥം 5 വ്യക്തികളുടെ ഭരണം എന്നാണ്. ജനാധിപത്യം താഴെ തട്ടിൽ ഗ്രാമതലത്തിലെത്തിക്കുക എന്നതാണ് പഞ്ചായത്തി രാജിൻ്റെ ലക്ഷ്യം. ഇത്തരത്തിലുള്ള സംവിധാനം ആധുനിക പ്രതിഭാസമൊന്നുമല്ല. പ്രാചീന കാലം മുതൽക്ക് തന്നെ ഇതിൻ്റെ തുടക്കമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇത് ഭരണഘടന നിർമ്മിച്ച സമയത്ത് പഞ്ചായത്തി രാജ് ഉൾപ്പെട്ടിരുന്നില്ല. പിന്നെ 1992 73ാം ഭരണഘടന ഭേദഗതിയിലൂടെയാണ് ഈ ജനാധിപത്യ രീതി, വികേന്ദ്രീകരണ ഭരണരീതി ഭരണഘടന ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഇതനുസരിച്ച് 5 വർഷത്തിലൊരിക്കൽ പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടത്തണം. ഇത്തരത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പഞ്ചായത്തു സമിതികൾക്കായിരിക്കും പ്രാദേശിക വിഭവങ്ങളുടെ നിയന്ത്രണം. ഇതിൽ 1/3 സീറ്റുകൾ, 1/3 സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് പഴയതാണെങ്കിൽ 2010 ശേഷം 50% സീറ്റുകൾ സ്ത്രീകൾക്കാണ് പഞ്ചായത്തി രാജിൻ്റെ ഭാഗമായിട്ട് നടപ്പിലാക്കി വരുന്നത്. അതിൽ തന്നെ 17% പട്ടികജാതി പട്ടികവർഗ സ്ത്രീകൾക്കായി സംവരണം ചെയ്യപ്പെടണമെന്നൊക്കെ ഈ ഭേദഗതിയിലുണ്ടായിരുന്നു. അതുപോലെ പഞ്ചായത്തി രാജ് ഒരു ത്രിതല ഘടനയാണ്. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. ഇതിൽ തന്നെ ഏറ്റവും അടിസ്ഥാന യൂണിറ്റായിട്ട് ഗ്രാമസഭയാണ് ഏറ്റവും അടിസ്ഥാന യൂണിറ്റായിട്ടുള്ളത്. ആ ഗ്രാമസഭയിലാണ് ഒരു വാർഡിലെ എല്ലാ അംഗങ്ങളും ചേർന്ന് അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും പരിഹാരങ്ങളൊക്കെ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എ ചോദ്യത്തിന് ഉത്തരമായിട്ട് കൊടുക്കേണ്ടതാണ്. ഇനി അതിലുള്ള ബി ചോദ്യത്തിൽ പഞ്ചായത്തുടെ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും
കുറേയുണ്ട്. സാമ്പത്തിക പുരോഗതിക്കായുള്ള പദ്ധതികൾ തയ്യാറാക്കുക, അതുപോലെ സാമൂഹ്യ നീതി ഉറപ്പുവരുത്തുന്നതിനുള്ള പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കുക, നികുതികൾ, തീരുവകൾ, ടോളുകൾ, ഫീസുകൾ എന്നിവ ചുമത്തുകയും പിരിച്ചെടുക്കുകയും ചെയ്യുക, അതുപോലെ പ്രാദേശിക അധികാരികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നത് പോലുള്ള ഗവൺമെൻറ് ഉത്തരവാദിത്തങ്ങളിൽ സഹായിക്കുക, പൊതു ശ്മശാനങ്ങൾ സംരക്ഷിക്കുക, ജനന മരണ വിവാഹ രജിസ്റ്ററുകൾ സൂക്ഷിക്കുക, അതുപോലെ മാതൃ ശിശുക്ഷേമ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക, അലഞ്ഞു തിരിയുന്ന കന്നുകാലികളെ നിയന്ത്രിക്കുക, കുടുംബാസൂത്രണത്തെ പ്രോത്സാഹിപ്പിക്കുക, കാർഷിക രംഗത്ത് ആവശ്യമായ പ്രോത്സാഹനവും പദ്ധതികളും നടപ്പിലാക്കുക, റോഡുകൾ, പൊതു കെട്ടിടങ്ങൾ, പൊതു കിണറുകൾ, ടാങ്കുകൾ, സ്കൂളുകൾ എന്നിവ നിർമ്മിക്കുക, കുടിൽ വ്യവസായം, ചെറുകിട ജലസേചന പദ്ധതികളൊക്കെ പ്രോത്സാഹിപ്പിക്കുക, IRDP, ICDS എന്നീ പദ്ധതികൾക്ക് മേൽനോട്ടം വഹിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഞ്ചായത്തിൻ്റെ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും എന്നതിൽ എഴുതാവുന്നതാണ്. ഇതിൽ പറയാത്ത കാര്യങ്ങളും നിങ്ങളുടെ പരിചയത്തിനനുസരിച്ച് എഴുതാവുന്നതാണ്. ഇത് വിവരിക്കുന്നത് രണ്ടാമത്തെ ഭാഗത്ത് 52, 51, 52 പേജുകളിലായിട്ട് ഇത് വിവരിക്കുന്നുണ്ട്. അടുത്ത 30ാമത്തെ ചോദ്യം, അതിൽ A, B ചോദ്യങ്ങളുണ്ട്. A ചോദ്യം സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ നിർവചിക്കുക. B ചോദ്യം സാമൂഹ്യ പ്രസ്ഥാനങ്ങളെക്കുറിച്ചുള്ള ഏതെങ്കിലും 2 സിദ്ധാന്തങ്ങൾ വിവരിക്കുക. അപ്പോൾ A ചോദ്യത്തിന് ഉത്തരം സാമൂഹ്യ പ്രസ്ഥാനങ്ങളുടെ നിർവചനമാണ്. ഇത് 2ാം ഭാഗത്തിലെ അവസാനത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. സാമൂഹ്യ പ്രസ്ഥാനത്തിൻ്റെ നിർവചനം 144ാമത്തെ പേജിൽ പറയുന്നുണ്ട്. സമൂഹത്തിൽ ഗുണകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാനായി ഒരു വിഭാഗം ജനങ്ങൾ നടത്തുന്ന ആസൂത്രിതവും സംഘടിതവുമായ ശ്രമങ്ങളാണ് സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ. അപ്പോൾ അതാണ് അതിൻ്റെ A ചോദ്യത്തിന് ഉത്തരം, അതിൻ്റെ നിർവചനം. ഇനി സിദ്ധാന്തങ്ങളാണ് രണ്ടാമത്തത്. 3 സിദ്ധാന്തങ്ങൾ പാഠത്തിൽ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും അതിലേതെങ്കിലും 2 സിദ്ധാന്തങ്ങളാണ് എഴുതേണ്ടത്. അതിൽ ഒരു സിദ്ധാന്തം ആപേക്ഷിക അപഹരണ സിദ്ധാന്തം, രണ്ടാമത്തത് മാൻഗർ ഓൾസൻ്റെ സിദ്ധാന്തം, മൂന്നാമത്തത് വിഭവ സജ്ജീകരണ സിദ്ധാന്തം. 146ാമത്തെ പേജിൽ ഇത് പറയുന്നുണ്ട്. ആപേക്ഷിക അപഹരണ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ ഒരു സാമൂഹ്യ വിഭാഗം മറ്റുള്ളവർക്കാൾ മോശമാണ് തങ്ങളുടെ അവസ്ഥ എന്ന് ചിന്തിക്കുമ്പോഴാണ് സാമൂഹ്യ സംഘർഷം ഉണ്ടാവുന്നതെന്ന് ഈ സിദ്ധാന്തം പറയുന്നു. ഇത്തരത്തിലുള്ള സംഘർഷം സംഘടിതമായ പ്രതിഷേധത്തിന് കാരണമാകും. ഈ പ്രതിഷേധവും അതുപോലെ തന്നെ ഈ ഒരു മോശപ്പെട്ടവരാണെന്ന ചിന്തയുമാണ് സാമൂഹ്യ പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിലേക്ക് നയിക്കുന്നത് എന്ന് ഈ സിദ്ധാന്തം വിവരിക്കുന്നു. അതായത് മറ്റുള്ളവരെ അപേക്ഷിച്ച് ഞങ്ങൾ തിരസ്കരിക്കപ്പെട്ടു, അതാണ് ആപേക്ഷിക തിരസ്കരണം അല്ലെങ്കിൽ അപഹരണ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ മാൻഗർ ഓൾസൻ്റെ സിദ്ധാന്തം, മാൻഗർ ഓൾസൻ്റെ ഒരു ചിന്തകൻ്റെ പേരാണ്, അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ സിദ്ധാന്തം അറിയപ്പെടുന്നത്. അദ്ദേഹം എഴുതിയൊരു പുസ്തകമുണ്ട്, ദ ലോജിക് ഓഫ് കളക്റ്റീവ് ആക്ഷൻ എന്ന പുസ്തകത്തിൽ ആണ് ഈ സിദ്ധാന്തം അവതരിപ്പിക്കുന്നത്. സ്വാർത്ഥ താൽപ്പര്യം പിന്തുടരുന്ന യുക്തിബോധമുള്ള വ്യക്തികളുടെ പ്രവർത്തനങ്ങളാണ് സാമൂഹ്യ പ്രസ്ഥാനങ്ങളുടെ ഉയർച്ചയ്ക്ക് കാരണമെന്ന് ഇദ്ദേഹം അഭിപ്രായപ്പെടുന്നു. സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ പങ്കാളിയാവണമെങ്കിൽ വ്യക്തിക്ക് നഷ്ടത്തേക്കാൾ കൂടുതൽ ലാഭമുണ്ടായിരിക്കണമെന്നും അദ്ദേഹം സമർത്ഥിക്കുന്നു. എന്നാൽ ഈ അഭിപ്രായത്തോട് യോജിക്കാത്ത ആളുകളുണ്ട്. എല്ലാവരും ലാഭനഷ്ടങ്ങൾ നോക്കിയിട്ടൊന്നുമല്ല സാമൂഹ്യ പ്രസ്ഥാനം പ്രവർത്തിക്കുന്നതെന്ന് അതിൻ്റെ വിമർശകരൊക്കെ അഭിപ്രായപ്പെടുന്നുണ്ട്. മൂന്നാമത്തെ സിദ്ധാന്തം വിഭവ സമാഹരണ സിദ്ധാന്തമാണ്, അല്ലെങ്കിൽ വിഭവ സജ്ജീകരണ സിദ്ധാന്തം. ഇത് മെക്കാർത്തി, സാൾഡ് എന്നീ 2 ചിന്തകന്മാർ ചേർന്ന് ആവിഷ്കരിച്ചൊരു സിദ്ധാന്തമാണ്. സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ സ്വാർത്ഥമതികളായ വ്യക്തിയുടെ സൃഷ്ടിയാണെന്ന മാൻഗർ ഓൾസൻ്റെ സിദ്ധാന്തത്തെ ഇവർ നിരാകരിക്കുന്നു. ഇവരുടെ അഭിപ്രായത്തിൽ സാമൂഹ്യ പ്രസ്ഥാന വിജയത്തിൻ്റെ അടിസ്ഥാനം വിഭവങ്ങൾ സമാഹരിക്കുന്നതിനുള്ള കഴിവാണെന്ന് പറയുന്നു. നേതൃത്വം, സംഘാടന പാടവം, വിനിമയ സൗകര്യങ്ങൾ എന്നിവയാണ് വിഭവങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ ഇത്തരം വിഭവങ്ങൾ സമാഹരിക്കപ്പെടുമ്പോഴാണ് ഒരു സാമൂഹ്യ പ്രസ്ഥാനം ഉണ്ടാകുന്നതെന്ന് ഇവർ അഭിപ്രായപ്പെടുന്നു. എന്നാൽ ഈ സിദ്ധാന്തത്തെയും എതിർത്തിട്ടുണ്ട്. എല്ലാ പ്രസ്ഥാനങ്ങളും അങ്ങനെ വിഭവങ്ങൾ സമാഹരിക്കപ്പെട്ടതിന് ശേഷം ഉണ്ടായതൊന്നുമല്ല. പാവങ്ങളുടെ പല പ്രസ്ഥാനങ്ങളും ഈ വിഭവങ്ങളൊന്നും ഇല്ലാതെ വിജയിച്ചതായിട്ടും പറയപ്പെടുന്നു. അതിൻ്റെ ഒരു വിമർശനമായിട്ട് പറയാം. അപ്പോൾ ഈ രണ്ട് സിദ്ധാന്തത്തിൽ ഏതെങ്കിലും രണ്ടെണ്ണമാണ് എഴുതേണ്ടത്. ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ചോദ്യങ്ങൾ. 80 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് എഴുതേണ്ടത്. ഓപ്ഷനുകളുണ്ട്, അത് ശ്രദ്ധിച്ച് എഴുതുക. എല്ലാവർക്കും വിജയാശംസകൾ.